ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വെജിറ്റേറിയൻ ഡിഷ് ഉൾപ്പെടുത്താനായിട്ട് ഫ്രണ്ട്സ് പറയാറുണ്ട്. അപ്പം ഞാനിന്ന് എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പരിപ്പും വെള്ളരിക്കും ഉപയോഗിച്ചിട്ട് ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് മതി കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ ഈ വെള്ളരിക്കയുടെ കൂടെ ഞാനിവിടെ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റെഡ് പരിപ്പ് ഒറ്റ വിസിലിന് കുക്കറിൽ വെന്ത് കിട്ടും. അപ്പോൾ ഈ വെള്ളരിക്ക വേവാനായിട്ട് ഒരു വിസിൽ മതി. അപ്പോൾ ഈ വെള്ളരിക്കയുടെ ഒപ്പം തന്നെ ഈ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല റെഡ് പരിപ്പ് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളരിക്ക ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകുക. അതിനുശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് വെള്ളരിക്കും പരിപ്പും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളരിക്ക മുന്നേ കഴുകിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ പരിപ്പ് നന്നായി കഴുകിയിട്ട് ഈ വെള്ളരിക്കയുടെ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ നാളികേരം അടിക്കുന്ന സമയത്ത് അതിൽ കൂടെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഉപ്പ് കറക്റ്റാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുത്തുകയാണ്. അതോടെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ സ്റ്റവിൽ നിന്നും മാറ്റിയിട്ട് പ്രഷർ മുഴുവൻ റിലീസായി കഴിഞ്ഞാൽ മൂടി തുറക്കാം. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അധികം വെള്ളമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് അരച്ച് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി കോക്കനട്ട് ചിരകിയത്, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കറിവേപ്പില ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ ഇടുന്നത് കൂടാണ്ട് അരയ്ക്കുമ്പോഴും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഒരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വെന്ത പരിപ്പിലേക്കും വെള്ളരിക്കയിലേക്കും ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും. ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇത് വെന്ത കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.